നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ തകരാർ ഉടൻ പരിഹരിച്ച് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് LP ഈസ്റ്റ് സ്കൂളിന്റെയും വൈസ്മൻ ഇന്റർനാഷണൽ ചാലക്കുടി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിന ആഘോഷവും സമ്മാന കൂപ്പൺ വിൽപ്പനയും നടന്നു. INTUC ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി സെന്റർ റോട്ടറി ക്ലബ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ മിനി പാർക്ക് ഒരുക്കിക്കൊടുത്തു. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി വനം വകുപ്പിന് റവന്യൂ ഭൂമി നൽകുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം തൃശൂർ കളക്ടറേറ്റിൽ വെച്ച് ചേർന്നു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ശിശുദിന ആഘോഷം നടന്നു. KSRTC ഡിപ്പോകളിൽ നടത്തുന്ന 12 മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി ചാലക്കുടി ഡിപ്പോയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. അടാട്ട് ആമ്പാടി ഹൌസിൽ ഹരീഷ് മകൻ 22 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ഇരട്ട കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ തകരാർ ഉടൻ പരിഹരിച്ച് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. ക്രിമിറ്റോറിയം വിഷയത്തിൽ നഗരസഭാ ചെയർമാന്റെ അനാസ്ഥയും ചൂണ്ടിക്കാണിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ സമരക്കാരെ നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷനായി. TP ജോണി, MN ശശിധരൻ, AM ഗോപി, KI അജിതൻ, PO ബിനു, PS സന്തോഷ്, കൌൺസിലർമാരായ CS സുരേഷ്, ഷൈജ സുനിൽ, ലില്ലി ജോസ്, ബിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് LP ഈസ്റ്റ് സ്കൂളിന്റെയും വൈസ്മൻ ഇന്റർനാഷണൽ ചാലക്കുടി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിന ആഘോഷവും സമ്മാന കൂപ്പൺ വിൽപ്പനയും നടന്നു. ചാലക്കുടി ഈസ്റ്റ് LP സ്കൂളിൽ വച്ച് ആഘോഷ പരിപാടി നഗരസഭാ കൌൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക IN ശ്രീജ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വൈസ്മാൻ മെന്റസ് കണ്ണൂക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായിട്ടുള്ള സമ്മാന കൂപ്പണിന്റെ ആദ്യ വിൽപ്പന പ്രശസ്ത മിമിക്രി കലാകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ കലാഭവൻ ജയൻ ജോഷി പുത്തിരിക്കലിന് നൽകി നിർവഹിച്ചു. കുട്ടികൾ ഒരുക്കിയ കൈപ്പുസ്തകം VR ബാബുവിന് നൽകി പ്രകാശനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് KB ബിനേഷ്, വൈസ്മെൻ സെക്രട്ടറി ജോൺ ആളൂക്കാരൻ, വൈസ്മെൻ ഇന്റർനാഷണൽ അംഗങ്ങളായ റിജു ഞാലിയത്ത്, സുരേഷ് പ്രണവം, ബൈജു, മിനോജ് എന്നിവർ സംസാരിച്ചു. ശിശുദിന ക്യൂസ് കായിക മത്സരങ്ങളുടെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായി വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സദ്യയും പായസ വിതരണവും നടന്നു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. INTUC ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, ESI പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ക്ഷേമനിധി ഓഫീസുകൾക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് മണ്ടി അധ്യക്ഷത വഹിച്ചു. CP എസ്തപ്പാൻ, MS സരസൻ, ജിതിൻ ചാലക്കുടി, ഷാജു പുതിയടത്ത്, KK രമേശൻ, ബേബി,
മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി സെന്ററിൽ റോട്ടറി ക്ലബ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ മിനി പാർക്ക് ഒരുക്കിക്കൊടുത്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജെറി അധ്യക്ഷനായി. മുനിസിപ്പൽ കൌൺസിലർ VJ ജോജി മുഖ്യാതിഥിയായി. ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ പ്രത്യേകിച്ച് ഞാനും കൂടി കൗൺസിലറായിട്ടുള്ള ഈ വാർഡിൽ ഉൾപ്പെടുന്ന ഈ ഹോസ്പിറ്റലിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയാൻ പറ്റും ആ രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയത് റോട്ടറി ക്ലബ്ബാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ്ബ് ചെയ്തു വരുന്നുണ്ട്. ആ ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇന്ന് ഈ ഹോസ്പിറ്റലിന് ഇതുപോലുള്ളൊരു സംവിധാനം ഒരുക്കിയതിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് റോട്ടറി ക്ലബ്ബിന് കഴിയുമാറായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി വനം വകുപ്പിന് റവന്യൂ ഭൂമി നൽകുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം തൃശൂർ കളക്ടറേറ്റിൽ വെച്ച് ചേർന്നു. KK രാമചന്ദ്രൻ MLAയുടെ നിർദ്ദേശപ്രകാരം കൂടിയ യോഗത്തിൽ ADM മുരളി P, ചാലക്കുടി DFOM വെങ്കിടേശ്വരൻ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി MC, LR തഹസിൽദാർമാരായ ആന്റോ ജേക്കബ്, ശ്രീകല CP, ജയന്തി N, ഷർമിള KM, KU ജയകൃഷ്ണൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മലയോര ഹൈവേ നഷ്ടപരിഹാര വനവൽക്കരണത്തിനായി റവന്യൂ ഭൂമി കണ്ടെത്തുന്നതിനായി നവംബർ 19 സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. ചാലക്കുടി വ്യാസനികേതൻ സെൻട്രൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ശിശുദിന ആഘോഷം നടന്നു. സ്കൂൾ ഹെഡ് ബോയ് മാധവ് PS അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അഡ്വക്കേറ്റ് ശ്രീരാജ് KR ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PG ദിലീപ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് അംഗവും ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷററുമായ TN രാമൻ എന്നിവർ ശിശുദിന സന്ദേശം നൽകി. KG വിഭാഗം വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ ശിശുദിന റാലിയും സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ശിശുദിനം മികവുറ്റതാക്കി. സ്കൂൾ ഹെഡ് ഗേൾ ശ്രീഭദ്ര S സ്വാഗതവും രാഗശ്രീ വിജയൻ നന്ദിയും രേഖപ്പെടുത്തി. അവരവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ മറ്റുള്ളവരുടെ ഫോഴ്സിന് വേണമെങ്കിൽ ഒരു കോഴ്സ് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ പോകണമെന്ന് നിർബന്ധമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ ഇപ്പോൾ റിലേറ്റീവ്സൊക്കെ നിങ്ങളെ ഫോഴ്സ് ചെയ്യണ്ടാവും, ഇന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൂടുതൽ ഷൈൻ ചെയ്യുന്ന KSRTC ഡിപ്പോകളിൽ നടത്തുന്ന 12 മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി ചാലക്കുടി ഡിപ്പോയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. 140 കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്താനുള്ള അവകാശം KSRTCയിൽ നിന്നും കവർന്നെടുക്കാനുള്ള നീക്കം ഇടത് സർക്കാരും സ്വകാര്യ കുത്തകകളും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി KSRTCയെ സ്വകാര്യ കുത്തകകൾക്ക് പതിച്ചു നൽകുന്ന ഇടതുനയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി KSRTC ഡിപ്പോകളിൽ നടത്തുന്ന 12 മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി ചാലക്കുടി ഡിപ്പോയിൽ നടക്കുന്ന ഉപവാസം KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി MR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് നടന്ന സമാരോപ് ജില്ലാ പ്രസിഡന്റ് MS സുനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി VA ബിജു, MR റോഷൻ, AS അഭിലാഷ്, MC അജു, മനോജ് VS, MP ശിവദാസൻ എന്നിവർ ഉപവാസം അനുഷ്ഠിച്ചു. തൃശൂർ ജില്ലയിലെ തൃശൂർ, ഗുരുവായൂർ, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട എന്നീ യൂണിറ്റിൽ 12 മണിക്കൂർ ഉപവാസം നടന്നു. ആമ്പല്ലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. കൊടകര വീരംപുള്ളി വീട്ടിൽ 58 വയസ്സുള്ള ജോർജിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 7:30 അപകടം. സിഗ്നലിൽ നിന്നും മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ ജോർജ് അകപ്പെടുകയായിരുന്നു. ബസ്സിനടിയിൽപ്പെട്ട ജോർജിനെയും സ്കൂട്ടറിനെയും മീറ്ററുകൾ തള്ളി നീക്കിയാണ് ബസ് നിന്നത്. ബസിന്റെ മുൻചക്രം കയറാതെ തലനാരിഴയ്ക്കാണ് ജോർജ് രക്ഷപ്പെട്ടത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ജോർജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി.
എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. അടാട്ട് ആമ്പാടി ഹൌസിൽ ഹരീഷ് മകൻ 22 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ പുറനാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കാണാതാവുകയായിരുന്നു. ശബരിമലയ്ക്ക് മാലയിട്ട ശ്രീഹരി അച്ഛനോടൊപ്പം രാവിലെ 5:30 ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനെത്തിയപ്പോഴായിരുന്നു സംഭവം. കുളിക്കുന്നതിനിടയിൽ ശ്രീഹരിയെ കാണാതായതോടെ ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തൃശൂർ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരട്ട കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട ഇച്ചാവ എന്നറിയപ്പെടുന്ന ചാമക്കാല ചക്കുന്നി നഗർ സ്വദേശി ചക്കനാത്ത് വീട്ടിൽ 26 വയസ്സുള്ള വൈഷ്ണവിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. മൂർക്കനാട്ടെ ഇരട്ട കൊലപാതകം, 4 വധശ്രമ കേസുകൾ, കവർച്ച തുടങ്ങി 10ഓളം കേസുകളിൽ പ്രതിയാണ്. ഇരട്ട കൊലപാതക കേസിൽ ജാമ്യത്തിന് ശ്രമിച്ചു വരുന്നതിനിടെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 മാസത്തേക്ക് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ഷാജഹാൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് റാഫി ചേനകപ്പറമ്പിൽ, ഷിജു എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ചിറ്റിശ്ശേരി കണ്ണംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 17ാമത് ഭാഗവതം ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും യജ്ഞാചാര്യൻ തത്തനപ്പിള്ളി കൃഷ്ണ അയ്യരെയും ക്ഷേത്രവാദ്യങ്ങളോടെ ആനയിക്കും. തുടർന്ന് EV കൃഷ്ണൻ നമ്പൂതിരി യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും. 5ാം ദിവസം എറവക്കാട് മാരിയമ്മൻ കോവിലിൽ നിന്ന് രുക്മിണി സ്വയംവരം ഘോഷയാത്ര നടക്കും. സമാപന ദിവസം മടവാക്കര കടവിൽ ആറാട്ട് നടക്കും. സപ്താഹ ദിവസങ്ങളിൽ അന്നദാനം ഉണ്ടായിരിക്കും. ക്ഷേത്രം ഭാരവാഹികളായ എളങ്ങള്ളൂർ മന ഗിരീശൻ, അജിത് കുമാർ കളരിക്കൽ, പ്രഭാഷ് കളരിക്കൽ, ചന്ദ്രൻ എറവക്കാട്, KV സനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചേക്കര സ്വദേശി തെക്കത്ത് വീട്ടിൽ 60 വയസ്സുള്ള ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഹനീഫയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ പാർലിക്കാട് ബൈപ്പാസിലാണ് അപകടം. തൃശൂർ മാർക്കറ്റിൽ നിന്നും പച്ചക്കറിയുമായി വന്നിരുന്ന സ്വകാര്യ ഓട്ടോയിൽ എതിരെ വന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ മറ്റൊരു ടാക്സി ഓട്ടോറിക്ഷയും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിസ്സാര പരിക്കുകളോടെ ഡ്രൈവർ രക്ഷപ്പെട്ടു. ഇയാളെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ഓട്ടോറിക്ഷ പൂർണ്ണമായും ബസിന്റെ മുൻഭാഗം ഭാഗികമായും തകർന്നു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കല്ലൂർ പാലക്കപ്പറമ്പിൽ അംഗനവാടികളിൽ ശിശുദിന മധുരം നൽകി ആഘോഷിച്ചു. പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റിൻഡോ ജോൺസൺ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കാണിയത്ത്, വാർഡ് മെമ്പർ ഹേമലത സുകുമാരൻ, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ്, അഖിൽ, മണ്ഡലം ഭാരവാഹികളായ ഹിരൺ, സജീഷ്, അബു എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പിറന്നാളാണ് ശിശുദിനായിട്ട് നമ്മള് ആചരിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6945 രൂപ, പവന് 55,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരസഭാ ക്രിമിറ്റോറിയത്തിന്റെ തകരാർ ഉടൻ പരിഹരിച്ച് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് LP ഈസ്റ്റ് സ്കൂളിന്റെയും വൈസ്മൻ ഇന്റർനാഷണൽ ചാലക്കുടി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിന ആഘോഷവും സമ്മാന കൂപ്പൺ വിൽപ്പനയും നടന്നു. INTUC ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി.
ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി സെന്റർ റോട്ടറി ക്ലബ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ മിനി പാർക്ക് ഒരുക്കിക്കൊടുത്തു. മലയോര ഹൈവേ നിർമ്മാണത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിന് പകരമായി വനം വകുപ്പിന് റവന്യൂ ഭൂമി നൽകുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ യോഗം തൃശൂർ കളക്ടറേറ്റിൽ വെച്ച് ചേർന്നു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ശിശുദിന ആഘോഷം നടന്നു. KSRTC ഡിപ്പോകളിൽ നടത്തുന്ന 12 മണിക്കൂർ ഉപവാസ സമരത്തിന്റെ ഭാഗമായി ചാലക്കുടി ഡിപ്പോയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ആമ്പല്ലൂർ സിഗ്നലിന് സമീപം ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികനായ മധ്യവയസ്കന് പരിക്കേറ്റു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. അടാട്ട് ആമ്പാടി ഹൌസിൽ ഹരീഷ് മകൻ 22 വയസ്സുള്ള ശ്രീഹരിയാണ് മരിച്ചത്. ഇരട്ട കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. പുതുക്കാട് ചാലക്കുടി മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.